ഓടി വാ. അപ്പൊ ഇന്നൊരു പൊതിച്ചോറാട്ടോ. നമ്മളാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഹൗൺസിൽ ഒന്ന് വാഴയില മേടിച്ചിട്ടുണ്ടായിരുന്നു മീൻ പൊള്ളിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിലൊരെണ്ണം ബാക്കി വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ലഞ്ചൊക്കെ കഴിച്ചിട്ട് രാത്രിത്തേക്ക് പൊതിച്ചോറ് ഒന്ന് പൊതിഞ്ഞ് വെച്ചാലോ ഒന്ന് നമ്മുടെ ഡിന്നറിന് കഴിക്കാൻ. അപ്പൊ നല്ല സെറ്റ് ആയിട്ടിരിക്കുമല്ലോ. ഞാൻ മുന്നേ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഇൻഡക്ഷനിൽ അതിന് കറക്റ്റ് ബേസ് ഉള്ള പാത്രം വെച്ചാൽ മാത്രമേ അത് വർക്ക് ആവത്തുള്ളൂ, അല്ലെങ്കിൽ അത് ബ്ലിങ്ക് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. അപ്പൊ നമുക്ക് വാഴയില വാട്ടിയെടുക്കാൻ വേറെ ഓപ്ഷൻ ഒന്നുമില്ല. അങ്ങനെ നമ്മളൊരു ഐഡിയ കണ്ടുപിടിച്ചു. അതായത് ഒരു ടിപ്പ്, നമ്മുടെ അവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യുക, അതിൻ്റെ അകത്തേക്ക് 1 മിനിറ്റ് മുതൽ 1.5 മിനിറ്റ് വരെ പ്രീഹീറ്റ് ചെയ്ത് ഓഫ് ചെയ്തിടണം. എന്നിട്ട് നമ്മുടെ ഈ വാഴയില 1 മിനിറ്റ് 1.5 മിനിറ്റ് അതിൻ്റെ അകത്ത് വെച്ചെടുക്കുമ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് വാട്ടി കിട്ടും. അപ്പൊ നമുക്ക് പൊതിച്ചോറ് പൊതിഞ്ഞാലോ. പിന്നെ ഇത് കൂടാതെ തന്നെ ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പൊതി ബിരിയാണിയുടെ. അപ്പൊ അത് ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് കയറി കാണണേ. അപ്പൊ വാ നമുക്ക് പൊതിച്ചോറ് പൊതിഞ്ഞെടുക്കാം. നല്ല കുത്തരി ചോറുണ്ട്. ഇത് മുഴുവൻ നമുക്ക് രാത്രിത്തേക്ക് മുഴുവനായിട്ട് അങ്ങ് തട്ടിയിട്ട് പൊതിഞ്ഞെടുക്കാം. കുത്തരി ചോറ് എന്ന് പറയുമ്പോൾ തന്നെ അല്ലേ നല്ല ടേസ്റ്റ്. ഞാൻ മുന്നേ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. മുന്നേ ഞാൻ നാട്ടിൽ വെച്ചൊക്കെ മറ്റേ വൈറ്റ് റൈസാ കഴിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ വന്നിട്ടും വൈറ്റ് റൈസ് ആയിരുന്നു. പക്ഷെ വൺസ് കുത്തരി കഴിച്ചു തുടങ്ങിയതിന് ശേഷം എനിക്ക് ആ വെള്ള അരി ഇപ്പൊ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമാവുന്നില്ല. ഇതിന് ശേഷം നമുക്കൊരു മെഴുക്കുവരട്ടി ഉണ്ട്. ബീൻസും ക്യാരറ്റും കൂടി ഇട്ടൊരു മെഴുക്കുവരട്ടി. അതൊക്കെ വെളിച്ചെണ്ണയിൽ പ്രിപ്പയർ ചെയ്തെടുത്തതാട്ടോ. നമുക്ക് സൈഡിലേക്ക് കുറച്ച് മെഴുക്കുവരട്ടിയും വെക്കാം. ഓക്കെ, അതിന് ശേഷം നമുക്ക് പൊതിച്ചോറ്, ചമ്മന്തി ഇല്ലാതെ എന്ത് പൊതിച്ചോറാ അല്ലേ. ഇത് ചുട്ടരച്ചെടുത്ത ചമ്മന്തിയാട്ടോ. അപ്പൊ അത്, പിന്നെ അതേ നല്ലൊരു ഓംലെറ്റ്, പിന്നെ മത്തി ഫ്രൈ, omega-3 മത്തി ഫ്രൈ സൈഡിലിരിക്കട്ടെ, പിന്നെ അച്ചാറ്, പിന്നെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് കേട്ടോ, നല്ല കക്ക റോസ്റ്റ് ചെയ്തെടുത്തത്. ഇത് ഞാൻ കുറേ നേരം ഇട്ട് മീൻസ് ഫ്ലെയിമൊക്കെ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് റോസ്റ്റ് ചെയ്തെടുത്തതാണ്. പിന്നെ നമുക്ക് മിഡിലേക്ക് വെച്ച് കൊടുക്കാം. ഇതൊക്കെ കൂട്ടി അടച്ച് വെച്ചിരുന്നിട്ട് നമ്മളൊരു 2-3 മണിക്കൂർ, പറയുമ്പോൾ എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട്, 2-3 മണിക്കൂർ കഴിഞ്ഞ് നമ്മളിത് തുറന്ന് കഴിക്കുമ്പോൾ ഉള്ള ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ആഹാ. നാട്ടിലൊക്കെ ആണെങ്കിൽ വാഴയില കിട്ടാൻ എന്താ എളുപ്പം, നമുക്ക് പറമ്പിൽ പോവുക, വാഴയില എടുത്തു വരിക, അത്രേ ഉള്ളൂ. പക്ഷെ ഇവിടെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്തേക്ക്, അതായത് ഹൗൺസ്ലോയിലേക്ക് പോകണം. ഇവിടെ നിന്ന് ഓൾമോസ്റ്റ് ഒരു 20 മിനിറ്റ്സ് ഡ്രൈവ്. അവിടെ പോയി കഴിഞ്ഞാൽ 2 വാഴയിലയ്ക്ക് വരുന്നത് 2 പൗണ്ടാണ്. അതായത് ഇവിടുത്തെ 2 പൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഏകദേശം ഇന്ത്യൻ റുപ്പീസ് ഒരു 200 അത്രയും വരുന്നുണ്ട്. സോ ഇത് ഭയങ്കര വാല്യൂബിൾ ആണ്. നമുക്ക് പൊതിഞ്ഞെടുക്കാം. പൊതിയുമ്പോഴത്തേക്കൊക്കെ എനിക്ക് സ്കൂളിലും കോളേജിലും ഒക്കെ അമ്മ തന്നു വിടുന്ന ആ ഒരു ചോറിൻ്റെയും ഇതിൻ്റെ ഒക്കെ ടേസ്റ്റ് ആ വായിലിരിക്കുന്നത്. അപ്പം എനിക്ക് സ്കൂളിലും കോളേജിലും ഒക്കെ തന്നു വിടുന്നതിൽ അതിൻ്റെ അകത്ത് എപ്പോഴും ഉണ്ടാവുന്ന ഒരു ഐറ്റം ഉണ്ട്, പൊട്ടാറ്റോ മെഴുക്കുവരട്ടി. പിന്നെ മുട്ട പൊരിച്ചതുണ്ടാവും, ചമ്മന്തി ഉണ്ടാവും, ചിലപ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ കൂർക്ക മെഴുക്കുവരട്ടി ഉണ്ടാവും. ഇതൊക്കെ കൂട്ടി നമ്മൾ അടച്ചു വെച്ചിരുന്നിട്ട് ടിഫിൻ എല്ലാവരും കൂടി, ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒന്നിച്ചിരുന്നിട്ട് തുറന്ന് കഴിക്കുമ്പോൾ ആ ഒരു ഫീൽ അടിപൊളിയാണ്. അപ്പം ഞാൻ ഇവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഡിന്നർ ടൈമിലേക്കാണ് എടുക്കുന്നത്. അപ്പൊ ഇത് ആ ഒരു എണ്ണയും ആ ഒരു വാഴയിലെ ആ ഒരു വാടിയ ചൂടും ഒക്കെ ആയിട്ടിരുന്ന് ഭയങ്കര ടേസ്റ്റ് ആയിട്ട് എല്ലാ ഫ്ലേവേഴ്സും അതിൻ്റെ അകത്ത് ഉണ്ടാവും. ഭയങ്കര ടേസ്റ്റോടുകൂടി കഴിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് പൊതിച്ചോറിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റം ഏതാണ്? നിങ്ങൾക്ക് പൊതിച്ചോറാണോ അതോ പൊതി ബിരിയാണിയാണോ കൂടുതൽ ഇഷ്ടം എന്ന് നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.